ഇത് കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ചെട്ടിക്കുളങ്ങര ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടാണ്. പക്ഷേ സംഭവം ഞാൻ അല്ലാതെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമുക്ക് സ്പൂണെ കൊട്ടിയിട്ടൊരു കറി തരും. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ ഓർത്ത് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന്. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഉണക്ക ചെമ്മീനും പച്ച മാങ്ങയാണ് കേട്ടോ. ഉണക്ക ചെമ്മീൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി വറുത്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുക്കുന്ന കേട്ടോ നല്ലത്. ഇത് കനം കുറച്ച് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കനം കുറച്ച് അരിഞ്ഞ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ചെമ്മീൻ ചേർക്കുന്നതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർത്തത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ചേറെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ചേർക്കുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ ഉള്ളിയാണ്. പിന്നെ ഇച്ചിരി എരിവൊക്കെ ഉള്ള കറിയാണ് കേട്ടോ. അങ്ങനെയാണ് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് പച്ചമുളകും കുറച്ചേറെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പൊടികളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട്. എൻ്റെ മുളക് പൊടിക്ക് കുറച്ച് കളറ് കുറവാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ളു ഉലുവാട പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് തേങ്ങ ചേരേണ്ടത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചേറെ തേങ്ങ ചേർക്കുകയാണ്, അതായിരിക്കും കേട്ടോ നല്ലത്. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇച്ചിരി മാങ്ങയ്ക്ക് പുളി കുറവാണെന്ന് തോന്നിയുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിച്ചപ്പോഴേക്കും അതിനകത്ത് നിന്ന് ഒരു ചെറിയ കഷ്ണം കുടംപുളി എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് ചേർത്താലും നല്ലതാണെന്നുള്ളത്. എന്തായാലും ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് അന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും മാങ്ങയും കൂടെ ഇല്ലേ, അതെല്ലാം കൂടെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞുകൊണ്ട് തിരുമ്മുമ്പോൾ കയ്യിലൊന്നും മുള്ളു കൊള്ളത്തില്ല കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുമ്പോൾ കയ്യിലൊക്കെ മുള്ളു കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട്, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതുപോലെ മാങ്ങ ചെമ്മീനും കൂടെ ഉണ്ടാക്കുമ്പോഴേക്കും അധികം വെന്ത് പോകാത്ത മാങ്ങയായിരിക്കും കേട്ടോ നല്ലത്. ഇത് ഇച്ചിരി വെന്തുടഞ്ഞു പോണ മാങ്ങയാണ്. മാങ്ങ അതുപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. അതാണ് കേട്ടോ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും. ഇച്ചിരി നന്നായി വിട്ട് കിടക്കുകയും ചെയ്യും. ശരിക്കും തോരനൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചെമ്മീനൊക്കെ ആയാലും നന്നായിട്ട് വറുത്തൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. അധികം വേവിൻ്റെ ആവശ്യമൊന്നും. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഇതൊന്ന് അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് അതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല, കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.